ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള ഒരു കുഞ്ഞു കവിതയാണ്, ഒരു കുഞ്ഞു പോം. അപ്പം ഈ ഒരു പോത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? സോ മെനി ജോബ്സ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ജോബ്സ്. ജോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലികൾ അല്ലേ? അപ്പം എന്താണ്? ഒരുപാട് ജോലികൾ. അതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. അപ്പം നമുക്ക് പോയത്തിലേക്ക് പോവാം. 2 സ്റ്റാൻസസ് ആണുള്ളത്. 2 സ്റ്റാൻസയിലും 4 ലൈൻസ് വീതം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഫാർമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്. ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കർഷകർ അല്ലേ? നമുക്കറിയാം. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക, അതായത് തൈ നടില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫാർമേഴ്സ് എന്ത് ചെയ്യും? അവർ തൈയൊക്കെ നട്ട് അതിന് നനച്ച് വളമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കും അല്ലേ? എന്നിട്ടോ ആൻഡ് റീപ്പ് ദ ക്രോപ്സ്. റീപ്പ് എന്ന് പറഞ്ഞാൽ വിളവെടുക്കാം. അതായത് ഈ പ്ലാന്റ്സ് ഒക്കെ വളർന്ന് വലുതായി വിളവെടുക്കാനാവുന്ന സമയമാവുമ്പം എന്ത് ചെയ്യും? ഈ എന്തൊക്കെ ഇപ്പം നെല്ലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം എന്താണ് അവരെന്താണോ നട്ട് വളർത്തിയത് അത് അവർ സമയമാവുമ്പോൾ എന്ത് ചെയ്യും? വിളവെടുക്കും. അതാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. ഫാർമേഴ്സിൻ്റെ ജോബിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ലൈൻ നോക്കാം. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. അപ്പം ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് വസ്ത്രങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ടൈലേഴ്സ് എന്ന് പറയുക അല്ലേ? അപ്പോൾ ടൈലേഴ്സ് എന്താ ചെയ്യുക? സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. സ്റ്റിച്ച് ചെയ്യും, അതായത് തുന്നും. നമുക്കിപ്പോൾ ഒരു തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മളുടെ അളവിനൊക്കെ എന്താണ് വെട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റായിട്ട് വരുമ്പോഴാണ് നമുക്കത് എന്താണ് നല്ലൊരു വസ്ത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ടൈലേഴ്സ് അത് എന്ത് ചെയ്യും? സ്റ്റിച്ച് ചെയ്യും. ക്ലോത്ത്സ്, തുണികൾ, ഫോർ ടോപ്സ്, അതായത് വസ്ത്രങ്ങളായിട്ട് അവരത് ആ തുണി എന്ത് ചെയ്ത് തരും? കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അവരുടെ ജോലി, ടൈലേഴ്സിൻ്റെ ജോലി. ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ. നമുക്കറിയാം, നമ്മൾ എപ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുക? നമുക്ക് അസുഖം വരുന്ന സമയത്ത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഡോക്ടേഴ്സിൻ്റെ ജോലിയാണ് അവരെന്താ ചെയ്യുക? ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ. ഹീൽ എന്ന് പറഞ്ഞാൽ ഭേദപ്പെടുത്തുക. അപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഭേദപ്പെടുത്തണമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, ഭേദപ്പെടുത്തും. ആരെയൊക്കെ? വീക്ക് ആൻഡ് ഇൽ. വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരോഗ്യം ഇല്ലാത്ത ആളുകളെയും, അതേപോലെ എന്താണ്? ഇല്ലെന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച ആളുകൾ. ഇല്ലെന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളവരെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ചികിത്സിച്ച് ഭേദപ്പെടുത്തും. ആ ഒരു ജോബാണ് ഇവിടെ പറയുന്നത്. ഡോക്ടേഴ്സിൻ്റെ ജോലിയാണ് ഇവിടെ പറയുന്നത്. ഡാൻസേഴ്സ് ഡാൻസ് ഫോർ അസ് ടു ചിൽ. ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നർത്തകർ അല്ലേ? അവരെന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും, നൃത്തം ചെയ്യും. ഫോർ അസ് ടു ചിൽ, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ നൃത്തം ചെയ്യും അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ ആരുടെയൊക്കെ ജോബിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? ഫാർമേഴ്സ്, ടൈലേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് ഡാൻസേഴ്സ്. അപ്പോൾ ഇത്രയും ആളുകളുടെ ജോലിയാണ് ഈ സ്റ്റാൻസയിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലെയർ. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലാകാരന്മാരല്ലേ? പ്രത്യേകിച്ച് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചിത്രകാരന്മാർ. അവരെന്താ ചെയ്യുക? ഡ്രോ, വരയ്ക്കും, ആൻഡ് പെയിൻറ്റ് ചെയ്യും. വിത്ത് ഫ്ലെയർ. ഫ്ലെയർ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ് അല്ലെങ്കിൽ എന്താണ്? ജന്മവാസന എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്? കലാകാരന്മാർ അല്ലെങ്കിൽ ചിത്രകാരന്മാർ അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ ചിത്രം വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ചിത്രകാരൻ്റെ ജോലിയെക്കുറിച്ചിട്ടാണ്. പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദ എയർ. അപ്പോൾ വിമാനം പറത്തുന്നവരെ നമ്മൾ എന്താണ് പറയുക? പൈലറ്റ്സ് എന്നാണ് പറയുക അല്ലേ? അവരെന്താ ചെയ്യുക? അവരുടെ ജോലി എന്താണ്? ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദ എയർ. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ വിമാനങ്ങൾ. അവരെന്ത് ചെയ്യും? ഫ്ലൈ ചെയ്യിക്കും, പറപ്പിക്കും. ഇൻ ദ എയർ, വായുവിലൂടെ. അപ്പം എന്താണ്? പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദ എയർ. പൈലറ്റ്സ് വിമാനങ്ങൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറപ്പിക്കും. അപ്പോൾ അതാണ് അവരുടെ ജോലി. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്. വർക്കേഴ്സ്, തൊഴിലാളികൾ അവരുടെ ജോലികൾ അഭിമാനത്തോടു കൂടി ചെയ്യും. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലെടുക്കുന്ന ആളുകൾ, തൊഴിലാളികൾ. അപ്പോൾ എന്താണ്? തൊഴിലാളികൾ അവരുടെ ജോലി നല്ല അഭിമാനത്തോടു കൂടി ചെയ്യുമെന്നാണ് പറയുന്നത്. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്. സ്ട്രൈഡ് മീൻസ് മുന്നേറ്റം, അവരുടെ ഒരു കാൽവെപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ എന്താണ് മുന്നേറ്റത്തിൽ തുല്യരാണ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോയത്തിൽ ഉള്ളത്. അപ്പം എന്താണ്? വ്യത്യസ്തമായ ജോലികൾ എടുക്കുന്ന ആളുകളെയും അതേപോലെ എന്താണ് അവരുടെ ജോലിയെയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോയത്തിൽ.
പിന്നെ എന്താണ്, എല്ലാ ജോലിക്കും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോം അവസാനിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദ പോം? ഈ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. ഫാമേഴ്സ്, ടൈലേഴ്സ്, ഡോക്ടേഴ്സ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പിന്നെന്താണ് പൈലറ്റ്സ് ആൻഡ് അതർ വർക്കേഴ്സ്. ഇത്രയാണ് ഉള്ളത്. ഹാവ് യു സീൻ പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? ഈ കവിതയിൽ കൊടുത്തിട്ടുള്ള ജോബ്സ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പം പൈലറ്റ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഫാമേഴ്സും ടൈലേഴ്സും ഡോക്ടേഴ്സും ഡാൻസേഴ്സും ഇതൊക്കെ ഉണ്ടാവും. ആർട്ടിസ്റ്റും ചിലപ്പോൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിനനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 4 ജോബ്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പം മുകളിലാണ് ആൻസർ ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്സ്. അപ്പോൾ ഈ ജോലികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഉപകരണങ്ങൾ, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേര് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജോലിക്കും പറ്റിയ ടൂൾസ് നോക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഫാമേഴ്സിനെയാണ് കൊടുത്തിട്ടുള്ളത്. കർഷകർ, അവർക്ക് സിക്കിൾ വേണ്ടി വരും. സിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അരിവാൾ. പ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലപ്പ. അപ്പം ഇവർ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനിതാണ് കേട്ടോ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടൈലേഴ്സ്, അവർക്ക് എന്താണ് ടൈലറിങ് മെഷീൻ വേണം അല്ലേ, തയ്ക്കാൻ മെഷീൻ വേണം. പിന്നെ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രിക, അത് വേണം. പിന്നെയോ ഡോക്ടേഴ്സ്, അവർക്ക് എന്താണ് സ്റ്റെതസ്കോപ്പ് വേണം അല്ലേ. പിന്നെ എന്താണ് സർജിക്കൽ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ സർജറി ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്രികകൾ അല്ലേ. പിന്നെ അത്രയാണ് കൊടുക്കുന്നത്. വേറെയും ഒരുപാട് ടൂൾസ് ഉണ്ട് കേട്ടോ. ഡാൻസേഴ്സ്, അവർക്ക് ആംഗിൾ ബെൽസ് എന്ന് പറഞ്ഞാൽ ഈ ചിലങ്ക, പിന്നെ കോസ്റ്റ്യൂം, ഡ്രസ്സ്, ഇത് രണ്ടുമാണ് അവർക്ക് മെയിൻ അല്ലേ. ആർട്ടിസ്റ്റിന് എന്താ വേണ്ടത്, പെയിൻറ്റ്, ബ്രഷ് അല്ലേ. പിന്നെ ക്യാൻവാസ് വേണം, അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പൈലറ്റ്സിന് എന്തൊക്കെയാണ് വേണ്ടത്, എയർപ്ലെയിൻ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.